ഈ സിനിമയിൽ ഈ കഥ പറഞ്ഞ് അഡ്വാൻസ് ഒക്കെ തന്നു. അത് ഞാനും ദിലീപുമാണ് എൻ്റെ ത്രൂ ഔട്ട് ക്യാരക്ടർ. അതേ സമയത്ത് തന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു പടം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തീർത്ത് വരാൻ ഇത്തിരി വൈകുന്തോറും എനിക്ക് ടെൻഷനായി. കാരണം ഞാനൊരു സ്ഥലത്ത് ചെല്ലാൻ തന്നെ കൃത്യസമയത്ത് ചെന്നില്ലെങ്കിൽ എനിക്ക് ടെൻഷൻ കൂടുതലാണ്. അപ്പോൾ സിനിമയെ സംബന്ധിച്ചിട്ട് അത് സിനിമ എടുക്കാൻ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളാണ് നമ്പർ 1. അദ്ദേഹത്തിൻ്റെ പൈസ ഇല്ലെങ്കിൽ സിനിമയില്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ വരാൻ വൈകിയപ്പോൾ എനിക്ക് പകരം വേറൊരാളിട്ട് ചെയ്താലോ എന്നൊരു ആലോചന വന്നപ്പോൾ ദിലീപ് പറഞ്ഞ് നടക്കില്ല. ദിലീപ് പറഞ്ഞ് അത് അശോകൻ ചേട്ടൻ തന്നെ ചെയ്യണം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ ഞാൻ വരാൻ വൈകുന്തോറും അവരിവിടെ പറഞ്ഞ സമയത്ത് തുടങ്ങുകയും പിന്നീട് സോങ്ങും അങ്ങനെ കുറേ സംഭവങ്ങൾ എടുത്തിട്ട് അവർ എനിക്ക് വേണ്ടി കാത്തിരുന്നു. അതെ, ഇനി ഇതിന് ഓണർ ഒന്നും വല്ല പ്രശ്നം ഉണ്ടാക്കുവോ? എന്ത് ഓണർ, ഏത് ഓണർ, എവിടത്തെ ഓണർ? അവരിപ്പോ എവിടെയാണെന്ന് മുകളിലിരിക്കുന്നതിന് മാത്രമേ അറിയൂ. അങ്ങനെ മുകളിലിരിക്കുന്നവന് മാത്രം അറിയാന്ന് പറയരുത്. എനിക്കറിയാമായിരുന്നെങ്കിലേ ഞാൻ അങ്ങേരം പ്രതീക്ഷിച്ചിട്ട് മുകളിൽ താമസിക്കും ഒരാഴ്ചയായിട്ട്. ഒരു മിനിറ്റ്, ഇയാൾ ആരാ? ഈ ബസിന്റെ മുതലാളിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവാ ഞാൻ. സുന്ദരൻ